നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകും. അതുപോലെ തന്നെ നേരെ തിരിച്ചും സംഭവിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കെപ്പോഴും സുഖം മാത്രം കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ള ആ ഒരു വിചാരം നമ്മളിൽ ആർക്കും വരുത്. പകരം ദുഃഖം അനുഭവപ്പെടുമ്പോൾ അതിൻ്റെ തീവ്രത കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അത് എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് ദുഃഖം വരാനുള്ള കാരണം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്. വളരെയധികം ആളുകളുമായിട്ട് ഇടപഴകിയാണ് നമ്മൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ചിലർ നമ്മുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചേക്കാം. ആ സമയം മറ്റു ചില ആളുകളാകട്ടെ ഒരു കാരണവും കൂടാതെ നമ്മളെ ദ്രോഹിക്കുന്നവരുമായിരിക്കും. ഈ പറഞ്ഞത് വാക്കുകൾ കൊണ്ടാകാം, പക്ഷേ ഇതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുക മാത്രമേ ഒരു യഥാർത്ഥ പ്രതിവിധിയായി ഇവിടെ നിർദ്ദേശിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ദുഃഖം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് മാത്രം ഇങ്ങനെയൊരവസ്ഥ വന്നല്ലോ എന്നോർത്ത് തളർന്നു പോകാതെ ഇതിന്റെ തീവ്രത എനിക്ക് കുറച്ചു തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ചു നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം കുറേശ്ശെയായിട്ട് കുറയുന്നതായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങും. പ്രത്യേകം ഓർക്കുക, ഇത് സ്വിച്ച് ഇട്ട് ബൾബ് കത്തുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിട്ട് പോകില്ല. എന്നാൽ നിങ്ങൾ പ്രപഞ്ചശക്തിയോട് മനസ്സറിഞ്ഞ് എൻ്റെ ദുഃഖത്തിന്റെ ഭാരം ഒന്ന് കുറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും നിങ്ങൾക്കറിയാൻ സാധിക്കും കുറേശ്ശെ പ്രകാശത്തിന്റെ ഒരു നാളം ജീവിതമാകുന്ന ഇരുട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള ആ ഒരു വാസ്തവം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യമാകും. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ തൊടുകുറി വീഡിയോയിൽ ഞാനിവിടെ 2 ചിത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്, 2 സിമ്പലാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും. അപ്പോൾ ഇന്നത്തെ തൊടുകുറി ഫലം അറിയാനായിട്ട് നിങ്ങൾ ഇതിൽ നിന്നും ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട്, ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് ഒരല്പം ഏകാഗ്രതയിൽ ആ ഒരു പ്രാർത്ഥന തുടർന്ന ശേഷം കണ്ണുകൾ പതിയെ തുറന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു ചിത്രം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, തൊടുകുറിയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുത്തത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച ശേഷം, നമ്മുടെ ഇഷ്ടദൈവത്തെ നന്നായി വിളിച്ച ശേഷം നമ്മൾ കണ്ണുകൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ ഒരു ചിത്രത്തിലേക്ക് ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഒരു ചിത്രത്തിലേക്ക് ആകൃഷ്ടനാകും. അപ്പോൾ ആ ഒരു ചിത്രം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ടദൈവത്തോട് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയും, ഒപ്പം തന്നെ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെയും പരിഹാരം കാട്ടിത്തരാനുള്ള പ്രാർത്ഥനയും നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫലത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ ഞാൻ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ശ്രദ്ധയോടുകൂടി ഈ റീഡിങ്ങുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ ഉൾപ്പെട്ടോ അതിൽ നിന്ന് ഒരു മുക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതിനുള്ള ഒരു ഉപായം ഞാൻ ഈ പറയുന്ന വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. ഇതൊരിക്കലും എൻ്റെ ഒരു കഴിവല്ല, ഈ പ്രപഞ്ചശക്തി എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. വാസ്തവം പറഞ്ഞാൽ ചില ഘട്ടങ്ങളിൽ ഞാൻ പോലും അറിയാതെ ആയിരിക്കാം ചില സത്യങ്ങൾ ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത്. അതെനിക്ക് പോസിറ്റീവ് അല്ല, എന്നാൽ നിങ്ങൾക്കത് പോസിറ്റീവായി മാറും. അതുകൊണ്ടാണ് പറയുന്നത്, വളരെയധികം ശ്രദ്ധയോടു കൂടിയിരുന്നാൽ നിങ്ങൾക്ക് മറുപടി രൂപത്തിൽ ദൈവം എന്താണ് കരുതി വെച്ചിരിക്കുന്നത് അത് നിങ്ങൾക്കിവിടെ നിന്നും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിന്റെ ചായ്വനുസരിച്ചിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഏറ്റവും ആദ്യമായി പ്രപഞ്ചത്തിന്റെ നാഥനായ സൂര്യനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് പറയാൻ പോകുന്നത്. വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അതായത് ഇത്തരം പ്രതികൂല പ്രശ്നങ്ങളെ മറ്റുള്ളവർ കൈകാര്യം ചെയ്യുന്നത് പോലെ
ദ്രുതഗതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ടു പോകാൻ സാധിച്ചില്ലെങ്കിലും ഇത്തരം പ്രതിസന്ധികളിൽ അടിതെറ്റി വീഴാതെ എന്തെങ്കിലും ഉപാധി നിങ്ങൾ അവസാനം കണ്ടുപിടിച്ചിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് അത് വെച്ച് നിങ്ങളുടെ ജീവിതം തകർന്നു പോകാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്വഭാവ പ്രകൃതമാണ് നിങ്ങളുടേത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം പരാജയമാണെങ്കിൽ പോലും അവസാന നിമിഷം നിങ്ങൾ തന്നെ ആ കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആ ഒരു ഉപാധി കണ്ടെത്തിയിരിക്കും. അതോടെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നപരിഹാരം സാധ്യമാകുമെങ്കിലും നിങ്ങൾ ഇടപെടുന്ന ആ ഒരു സംരംഭത്തിന്റെ എല്ലാ ഗുണഫലങ്ങളും അത് അനുഭവിക്കാൻ നിങ്ങൾക്കൊരു യോഗമുണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് പറയാൻ കാരണം അടികൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാരാരും എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ല് പോലെ നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിന്റെ അനുഭവ ഫലം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാറില്ല എന്നതാണ് സത്യം. ഇങ്ങനെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, മിക്കവാറും സന്ദർഭങ്ങളില് പ്രവൃത്തി നിങ്ങൾക്കും പ്രവൃത്തിയിലൂടെ അനുഭവ ഫലം അതിന് അർഹതയില്ലാത്ത മറ്റാരെങ്കിലും ആയിരിക്കും കൈക്കലാക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ടെന്നാണ് സൂര്യനെ നിങ്ങൾ ഫേവറേറ്റ് ആയി തിരഞ്ഞെടുത്തതിൽ നിന്നും ഇവിടെ പറയാനുള്ളത്. അതെന്തുകൊണ്ടെന്നാൽ അല്പം വൈകിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് വരേണ്ട ആ ഒരു സമ്മാനം അഥവാ ആ ഒരു ഗിഫ്റ്റ് ഭഗവാൻ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന ആ ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കാതിരിക്കില്ല. ഇവിടെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാല് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതാണ് ദൈവം ഇവിടെ ഗിഫ്റ്റ് രൂപത്തിൽ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുന്നത്. അതിപ്പോ ഒരു വീടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹമാകാം, ഇനിയിപ്പോ അതുമല്ലെങ്കിൽ വസ്തു മേടിക്കുന്നതാകാം, അങ്ങനെ ഏത് വേണമെങ്കിലും ആകാവുന്നതാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ്, ഇനിയൊരു പക്ഷേ ഈ റീഡിംഗ് കേൾക്കുന്ന നിങ്ങൾ ഒരു 20-22 വയസ്സുള്ള വ്യക്തിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുവാനുള്ള ആ ഒരു അസുലഭ അവസരമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നിങ്ങളുടെ പ്രായത്തെയും അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെയും അനുസരിച്ചിരിക്കും. അല്ലാതെ എല്ലാവർക്കും ഒരുപോലെ വരും എന്ന് പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇത് കേൾക്കുന്നത് ആദ്യം പറഞ്ഞതുപോലെ 22 വയസ്സുള്ള ആളല്ല, പകരം ഒരു 80 വയസ്സായ ആളാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഈ ഒരു അവസരത്തിൽ രോഗശാന്തി ലഭിക്കും. ശരീരത്തിലുണ്ടായിരുന്ന വാത പ്രമേഹ രോഗങ്ങൾ മൂലമുള്ള അതികഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം വളരെയധികം ലഘൂകരിച്ചു കിട്ടും. അങ്ങനെയാണ് ഈ റീഡിങ്ങിനെ മനസ്സിലാക്കേണ്ടത്. ഇനിയിപ്പം അതുമാത്രവുമല്ല, 20 വയസ്സായ വ്യക്തി ചിന്തിക്കുന്നത് പോലെയല്ല 80 വയസ്സായ വ്യക്തി ചിന്തിക്കുന്നത്, അല്ലെ? ഇവരുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് കേൾക്കുന്ന സമയത്ത് ആ രീതിയിൽ വേണം നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അപ്പൊ സൂര്യനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി റീഡിംഗ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ഈ കഷ്ടതകൾ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇത് നിങ്ങൾക്ക് വന്നു ചേരാനുള്ളത് വന്നു ചേർന്നു, അത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് പരമാവധി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ ഇഷ്ടദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുക, കീർത്തനങ്ങൾ ആലപിക്കുക, മന്ത്രങ്ങൾ ജപിക്കുക, അല്ലെങ്കിൽ കീർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ റെക്കോർഡുകൾ പ്ലേ ചെയ്ത് കേൾക്കുക. അതുപോലെ തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള ദാനധർമ്മങ്ങളും നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കുള്ള ദൈവത്തിന്റെ സമ്മാനം നിങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്നും നിങ്ങൾക്കുള്ള മറുപടി പ്രപഞ്ചശക്തി തന്നിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം, മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. അതായത് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ള കഴിവ് ചന്ദ്രന് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് അമാവാസി പൗർണമി ദിവസങ്ങളിൽ മിക്കവാറും ആളുകളുടെ മനസ്സിന് വേവലാതികൾ ഉണ്ടാകുന്നതായിട്ട് അവർ പറഞ്ഞു കേൾക്കാറുള്ളത്. അതുപോലെ ആസ്മ രോഗികളാണെങ്കിൽ ഈ സമയം രോഗങ്ങൾ മൂർച്ഛിക്കുന്നതായിട്ടും നമ്മൾ കാണാറുണ്ട്. ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് ചുവട് വെക്കേണ്ട സമയമായി എന്നാണ് ഈ ചന്ദ്രനെ നിങ്ങൾ സെലക്ട് ചെയ്തതിലൂടെ പ്രപഞ്ചശക്തി ഇവിടെ കാണിച്ചു തരുന്നത്. ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ ഒരു സംരംഭം ആരംഭിക്കുന്നതായിരിക്കും എന്ന് വേണം പറയാൻ. അതായത് നിങ്ങൾക്ക് വളരെ കാലമായിട്ട് സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യണം, ഒരു കടയിടണം, അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഓൾറെഡി മനസ്സിലുണ്ടെങ്കിൽ ഇനി അത് വച്ച് നീട്ടിക്കൊണ്ടു പോകരുത്. പറയാൻ കാരണം അതിനുള്ള ഒരു ഉത്തമമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇതെങ്ങനെ തുടങ്ങും എന്നൊരു ആശങ്ക നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിക്കുന്ന ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾ അതിൽ വിജയിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.
അതുകൊണ്ട് തന്നെയാണ് മനസ്സിന്റെ കാരകനായ ചന്ദ്രനെ തന്നെ നിങ്ങൾ പിടിക്കാൻ കാരണം. ഇനിയിപ്പോ മാനസികമായോ ശാരീരികമായോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ശക്തി കൊണ്ട് തന്നെ നിങ്ങൾ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണെന്നാൽ മനസ്സിന്റെ നിയന്ത്രണം ചന്ദ്രന് പരിപൂർണമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെയെല്ലാം തന്നെ നിങ്ങൾ റിക്കവർ ചെയ്തിരിക്കും. അതായത് നിങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ ഏതെങ്കിലും പാകപ്പിഴകളായിക്കൊള്ളട്ടെ, ഇനിയിപ്പോ അതുമല്ലെങ്കിൽ മാനസിക ശാരീരികപരമായാലും ശരി, അതിനെല്ലാമുള്ള ഒരു പരിഹാരം നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയും അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ ഒരു അവസ്ഥയിൽ സങ്കടപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുപോലെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാനുള്ളത്, നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാനിത് ചെയ്താൽ ശരിയാകുമോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത അല്ലെങ്കിൽ പിന്നോട്ടുള്ള ആ ഒരു പിന്തിരിയൽ സ്വഭാവം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്. ഇതിനെ നിങ്ങൾ സ്വന്തം മനസ്സുകൊണ്ട് തന്നെ എത്രയധികം മറികടക്കുന്നുവോ അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ വച്ചടി കയറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പറയാൻ കാരണം മനസ്സാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത്. ആ മനസ്സിനെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾക്ക് ഈശ്വരൻ കരുതി വെച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും അല്പം ധീരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ സ്വതവേ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതം ഇപ്പോഴുള്ള ഒരു ട്രാക്ക് വിട്ട് ഹൈസ്പീഡ് ട്രാക്കിലേക്ക് മാറും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആകെ കൂടി ചുരുക്കി പറഞ്ഞാൽ, തീരുമാനങ്ങൾ എടുക്കുക, ധൈര്യപൂർവം പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയുടെ ഫലം ആദ്യം പരാജയമാണെങ്കിലും അതിൽ നിന്നുള്ള ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ പിന്നീട് വന്നു കിട്ടുന്ന ആ അവസരങ്ങളിൽ നിങ്ങൾ വിജയം കൈവരിക്കും. ഓർക്കുക, ജയമാണോ പരാജയമാണോ ഒരാൾക്ക് സംഭവിക്കുന്നത് എന്നത് അയാൾ ഗോദയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്ന ഒരു വ്യക്തി ജീവിതകാലം മുഴുവനും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടി സർവ്വതും ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളൊന്ന് അരയും തലയും മുറുക്കി ഇറങ്ങേണ്ട താമസം മാത്രമേ ഉള്ളൂ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ പല സുപ്രധാന തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുകയും അതിൽ നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ചന്ദ്രനെ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അപ്പൊ ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഫലങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.